ഹായ് ഹലോ, ഞാൻ റംസീന നസീർ തട്ടിക്കുട്ട് പരിപാടീസ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹോമിയോയിൽ പോകാൻ വേണ്ടിയിട്ട്. ഹോമിയോത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ നമ്മുടെ BMG സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള മിൽമയിൽ വന്നിട്ട് മുട്ട പപ്സും ചായയും കുടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ കൊടുവായൂർ പോയി കേട്ടോ. പറയാണ്ട് വന്നുകൊണ്ട് തന്നെ അവർ പറയാതെ വീടും പൂട്ടി എവിടെ പോയിരിക്കണു. ഭാഗ്യം എന്തോ താക്കോലൊന്നിട്ട് പൂട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വാതിലൊക്കെ തുറന്ന് അവിടെ ഇരുന്നു കേട്ടോ. പിന്നെ അവർ വന്നതാ നല്ല നാരങ്ങ സോഡയൊക്കെ കലക്കി തന്നു, തേൻമിഠായും ചിപ്സൊക്കെ തിന്ന് ഇവിടെ ഇളയച്ചനും മൂത്തച്ഛനും കൂടി കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പറയാണ്ട് പോയതുകൊണ്ട് തന്നെ അവളിതാ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിക്കൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിക്കൻ നല്ല അടിപൊളിയിൽ വരട്ടിയെടുക്കുന്നുണ്ട്. പണ്ടൊരു ചായ പോലും വെക്കാൻ അറിയാത്തവളാണ് ഇന്ന് അടിപൊളിയിൽ കുക്ക് ചെയ്യണത്. പിന്നെ ഈ കാണുന്ന സമ്പാദ്യം മുഴുവനും 2 മക്കളുടെയാണ് കേട്ടോ. അവൾക്ക് 2 പെൺമക്കളാണുള്ളത്. പെട്ടെന്ന് തന്നെ ചോറും കറിയൊക്കെ റെഡിയാക്കി കുറച്ച് പൂളക്കിഴങ്ങും കൂടി പുഴുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമാണെന്ന് അറിയുന്നതുകൊണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. നല്ല അടിപൊളി കുരുമുളക് രസവും ചിക്കൻ വരട്ടിയതൊക്കെ കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും എന്താ ഇവരുടെ ചർച്ചയും വർത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ബാക്കി കുറച്ച് ഫുഡൊക്കെ അവൾ പാർസലാക്കി തന്നു കേട്ടോ. ഫുഡ് എന്ന് പറയാനൊന്നുമില്ല, പൂളക്കിഴങ്ങും ചിക്കൻ കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ നേരെ പോയത് ഇവരുടെ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും വന്നതല്ലേ ഞാൻ സ്ഥലമൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇവിടെ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അത് നമ്മുടെ പണ്ടത്തെ ഒരു കൂട്ടുകാരനൊക്കെ ഉണ്ട്, വേറെ ആരും ഈ തൊട്ടാവാടി. അങ്ങനെ തൊട്ടാവാടിൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച ശേഷം ഞങ്ങളിതാ സ്ഥലമൊക്കെ കണ്ട് ഈ ഒരു മുളങ്കാട് ഉണ്ടല്ലോ, അതാണ് കേട്ടോ അവരുടെ സ്ഥലം. അപ്പോൾ മുളയൊക്കെ വെട്ടി വൃത്തിയാക്കണം, അതൊക്കെയാണ് കേട്ടോ. പിന്നെ വർത്താനം സ്കൂൾ വിട്ട് വരാൻ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നേരെ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ.